വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല ഡിസംബർ 4-നാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും അവസാന ഘട്ടത്തിലാണ്. ചക്കുളത്തമ്മേ വിളിപ്പുറത്തമ്മയമാദിപരാശക്തി കൈതൊഴുന്നേൻ. പൊങ്കാലയുടെ നിറവിലാണ് ക്ഷേത്രവും പരിസരവും. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ലക്ഷങ്ങൾ അമ്മയ്ക്ക് നിവേദ്യമർപ്പിക്കും. ഡിസംബർ 4 പുലർച്ചെ നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും. 9 വിളിച്ചു ചൊല്ലി പ്രാർത്ഥന. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്ന് തിരുമുറ്റത്തെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. 3-4 മണിയോടുകൂടി പൊങ്കാല തളിച്ച് തീർന്ന് അമ്മമാർക്ക് ദേവിയുടെ കടാക്ഷം നേടി അവർക്ക് മടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന കാർത്തിക സ്തംഭം നമ്മുടെ നാടിനും വരുന്നവർക്കും ലോകത്തിനുമൊക്കെ നന്മ പകർന്നുകൊണ്ടുള്ള കാർത്തിക സ്തംഭം ഇരിക്കുന്ന ചടങ്ങ് അത് വൈകിട്ട് 6:00 അത് നടക്കുന്നു. അത് കഴിഞ്ഞുള്ള ആ ദീപാരാധന അത്താഴ പൂജയോടുകൂടി പൊങ്കാലയ്ക്ക് സമാപനം കുറിക്കുകയാണ്. പൊങ്കാല ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്കും തിരിച്ചും KSRTC പ്രത്യേക സർവീസ് നടത്തും. ഡിസംബർ 19-നാണ് പ്രസിദ്ധമായ നാരീപൂജ. ഇത് അത്യപൂർവമായ ഒരു ചടങ്ങാണ്. ഇന്ന് ഭാരതത്തിൽ മറ്റെങ്ങുണ്ടോ എന്ന് പോലും സംശയമാണ് ഈ നാരീപൂജ എന്ന് പറയുന്ന ചടങ്ങ്. ആ നാരീപൂജ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ സംസ്കാരത്തെ വളർത്തിയെടുക്കുവാനും അതിലൂടെ സ്ത്രീകളുടെ മഹത്വത്തെ വിപുലീകരിക്കുവാനും ഒക്കെ കഴിയുന്ന ഒന്നാണ്. പൊങ്കാലയ്ക്കെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ഭക്തർ പരമാവധി ഹരിതചട്ടം പാലിക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.